അള്ളാഹുവിനെ കുറിച്ച് അഗാധമാകുന്ന അറിവിന്റെ ആഴിയിലൂടെ സഞ്ചരിച്ചവർക്ക് വലി എന്ന വാക്ക് തന്നെ പറയാൻ പാടുള്ളൂ. വെറുതെ ഒരു സാധാരണക്കാരനെ ചൂണ്ടിയിട്ട് അയാൾ വലിയാണെന്ന് അങ്ങനെ പറയാൻ പാടില്ല. അൽ വലിയു അൽ ആരിഫു ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അഗാധമാകുന്ന അറിവ് അദ്ദേഹത്തിനുണ്ടായിരിക്കണം. അവരെ കുറിച്ച് വലിയ എന്ന് പറയാൻ പറ്റുള്ളൂ. മഹാനായ ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അവർ നല്ല അറിവ് നേടിയിട്ടുള്ള വ്യക്തിത്വമാണ്. അവരുടെ ശിഷ്യഗണങ്ങളിൽ പെട്ടവരാണ് സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസിനെ പോലെയുള്ള മഹത്തുക്കൾ. മനസ്സിലാക്കണം, നമ്മളെല്ലാവരും ഇന്ന് കറാമത്തിന്റെ പിറകെ ഓടുകയാണ്. കറാമത്ത് കാണിക്കുന്ന മക്കാമുകളിലേക്ക്, കറാമത്തിന്റെ അഹ്ലുകാരിലേക്കുമൊക്കെ ആളുകൾ ഓടിക്കൂടുകയാണ്. ഇവരുടെ കറാമത്തുകൾ പ്രകടമായിരുന്നില്ല, രഹസ്യമായ കറാമത്തുകളായിരുന്നു. മനസ്സിലാക്കണം. ഈജിപ്തിൽ പോയാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മക്കാമിൽ ആളെ കാണാൻ സാധിക്കുക നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ സവിധത്തിലാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് മദ്ഹബിന്റെ ഇമാമായി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം ചെയ്യുന്നുണ്ട്. അവിടെ അത്രയേറെ തിരക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാമാണ്. ലോകമെമ്പാടും പരിശുദ്ധമാക്കപ്പെട്ട ദീനിൻ്റെതാകുന്ന വിളക്ക് എത്തിച്ചു, അതിൻ്റെ പ്രകാശം പരത്തി മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈശികളിൽ പെട്ടതാകുന്ന ഒരു ആലിം ലോകത്തിന്റെ മുഴുവൻ ചക്രഭാഗങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പ്രസരണം എത്തിക്കുന്ന ഒരു ആലിം കടന്നു വരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ ഹദീസ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കുറിച്ചാണ് പറഞ്ഞത് എന്ന് സർവ്വ പണ്ഡിതന്മാരും അക്കാലഘട്ടത്തിലുള്ള മുഴുവൻ ഇമ്മത്തുകളും ഏകോപിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി പറഞ്ഞു. അത്തരത്തിലുള്ള സമുന്നതനാകുന്ന ആലിമാകുന്ന മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മഖാമിൽ നമ്മൾ നോക്കുമ്പോൾ ആൾക്കാർ കൂടുതലുണ്ടായിരുന്നില്ല. കറാമത്തുകൾ പ്രകടമാക്കിയിരുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ജനങ്ങൾ ഓടിയിരുന്നു. അവിടെ ഇന്നും ചെന്നാൽ ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ ആ മഖാമിന്റെ പരിസരത്ത് നിലകൊള്ളുകയാണ്. ഞാൻ എന്തിനാണ് ഇത് പുതിയ തലമുറയോട്, യുവാക്കളോട്, യുവതികളോട്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അഹ്ലുസുന്നയുടെ പ്രവർത്തകരോട് പറയുന്നത്? വന്നിരാകുന്ന ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവരിൽ നിന്ന് പ്രകടമാകുന്ന കറാമത്തുകൾ രഹസ്യമായിരുന്നു. അവർ പരസ്യമാക്കാൻ അവർ താല്പര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ അവരുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട സിയം വലിയുല്ലാഹി പോലെയുള്ള വലിയ മഹത്തുക്കളിൽ നിന്ന് കറാമത്തുകൾ പ്രകടമായപ്പോ ആ മഖാമിലേക്കും അത്തരത്തിലുള്ള മസാറുകളിലേക്കും മാത്രമായി ജനങ്ങൾ ഓടിക്കൂടാൻ വേണ്ടി തുടങ്ങി. നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഈ കിടക്കുന്ന മഹാനുഭാവൻ കൊളുത്തിവെച്ചതാകുന്ന വിളക്കിന്റെ പ്രകാശത്തിന്റെ ശോണിമയാണ് സിയം വലിയുല്ലാഹി എന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ അറിയണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇവരെ പിടിച്ചോ, നിസാരക്കാരല്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചോർക്കുമാറാവട്ടെ. ഇൽമിൽ ലോകത്തെ പ്രസരിപ്പിച്ചതാകുന്ന വ്യക്തിയാണ്. 10,000-കണക്കിന് ദാരിമികളെയും ഫൈസികളെയും ലോകത്തിന് സമ്മാനിച്ചു. എത്രയോ ഉലമാക്കൾക്ക് വിജ്ഞാനം പകർന്നു കൊടുത്തു. അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഉറൂസിൻ്റെ അല്ലാത്തൊരു സമയത്ത് വരുമ്പോൾ മക്കാമിൽ ആളില്ല എന്ന് കണ്ടിട്ട് നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ അവരുടെ വലിപ്പം കുറയാൻ പാടില്ല. അതിനാണ് ഞാനിത് പറഞ്ഞത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്കാമ് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി നോക്കിൻ, വലിയ ആൾത്തിരക്കുണ്ടാവൂല. തൊട്ടപ്പുറത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ നല്ല തിരക്കാണ്. കാരണം കറാമത്ത് കാണിച്ച മഹിതയായിരുന്നു അവർ. അവരുടെ പിറകെ കൂടി മറ്റവർ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെയൊക്കെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാന്ദ്രവുമായി ഞാൻ ഉണർത്തിയതാണ്. വലി എന്ന് പറഞ്ഞാൽ അൽ ആരിഫു ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അഗാധമാകുന്ന അറിവുണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ ക്വാളിറ്റി. അവനെ വലിയെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ വലിയെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയ? അല്ല, വലിക്കുക, അതാണ് നമ്മൾ മനസ്സിലാക്കിയ. വലിയ അങ്ങനെ മനസ്സിലാക്കിയ അഞ്ചാവ് വലിക്കുന്നവനെയാണ് വലിയെന്ന് മനസ്സിലാക്കുക. അങ്ങനെയല്ല, അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്. കൈവരലുകൾ മുഴുവനും സിഗരറ്റ് കുത്തി വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഊതി വിടുക. ഒരു ഹയവാൻ അവൻ്റെ കാല് തിരുമ്മി കൊടുത്തോണ്ടിരിക്കുക. കള്ള ഷെയ്ഖ് അവൻ്റെ പിറകെ ആളുകൾ കൂടിയിരിക്കുക. നമ്മുടെ ആളുകളെ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ജനങ്ങൾക്ക് ഒരു ബോധവും ഇല്ലെന്നുള്ളതാണ്. വ്യാജ ജിന്നവന്മാരും വ്യാജ ഷെയ്ഖന്മാരും ഇന്ന് സമൂഹത്തിൽ കൂടി വരുന്ന കാലഘട്ടം. അഹ്ലുസുന്നയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഈമാനിന്റെ ശോണിമ നഷ്ടപ്പെടുത്തി കളയരുത്. നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു അലാ ഖൽബി മൻ യശാഉ, അല്ലാഹു ഉദ്ദേശിച്ചവന്റെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ പ്രകാശമാണ് ഈ ഹിദായത്ത്.
എപ്പോൾ വേണമെങ്കിലും അണഞ്ഞു പോകാം, എപ്പോൾ വേണമെങ്കിലും പോകാം. അത് പോകാതെ നമ്മൾ കാത്ത് സംരക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനു വേണ്ടിയിട്ടാണ് 17 റക്അത്തിലൂടെ 5 വഖത്ത് നമസ്കാരത്തിൽ പടച്ചറബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്നെ നീ നയിക്കണേ അല്ലാ, ഹിദായത്ത് നിലനിർത്തണേ അല്ലാ. 5 വഖത്ത് നിസ്കാരം, സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, മൊത്തത്തിൽ എത്ര റക്അത്തുണ്ട്? 17 റക്അത്ത്. ഈ 17 റക്അത്തിലും ഷാഫി മദ്ഹബിനനുസരിച്ച് ഇമാമും മഅ്മൂമും, ഇമാമിനോടൊപ്പം തുടക്കം മുതലേ പിന്തുടർന്നവൻ, അവനാണല്ലോ മഅ്മൂം, മസ്ബൂക്കല്ല, മഅ്മൂം, പിന്തുടർന്നവനല്ല, പിന്തുടർന്നവൻ, അവനും ഓതിയിരിക്കണം എല്ലാ ഫർദിലും സുന്നത്തിലും എന്ത്? ഫാത്തിഹ സൂറത്ത്. ഈ ഫാത്തിഹ സൂറത്തിൽ ആകെയുള്ള ദുആ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ഹിദായത്താണ്. ശരിക്കും മനസ്സിലാക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന അൻവാർ തൻസീർ വ അസ്റാർ തഅവീൽ എന്ന തഫ്സീർ ബൈലാവിയുടെ ആമുഖത്തിൽ ഫാത്തിഹ സൂറത്തിന് അദ്ദേഹം പേര് കൊടുത്ത കൂട്ടത്തിൽ ഫാത്തിഹയ്ക്ക് കൊടുത്തു സൂറത്തു ദുആഇ. ഈ ഫാത്തിഹയ്ക്ക് ഒരു പേര് കൂടിയുണ്ട്, പ്രാർത്ഥനാ സൂക്തം എന്നുകൂടി പേരുണ്ട്, പ്രാർത്ഥനയുടെ അധ്യായം എന്നുകൂടി പേരുണ്ട്. ഏതാണ് ഈ പ്രാർത്ഥനയുടെ അധ്യായം? ഏതാണ് ആ സൂക്തം? ഏതാ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അതാണ് ആയത്ത്. വേറൊന്നും പ്രാർത്ഥനയുടെ വാക്കില്ല. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലപോലെ മനസ്സിലാക്ക്. അല്ലാഹു നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. ആകെ ഉള്ളത് ഏതേ ഉള്ളൂ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാ. കാരണം ഏത് മനുഷ്യനും എപ്പോൾ വേണമെങ്കിലും ഹിദായത്ത് എന്ന മഹിതമാകുന്ന വെളിച്ചം എപ്പോൾ വേണമെങ്കിലും അടഞ്ഞു പോകാം. അതുകൊണ്ടൊരു മുസ്ലിമേ, നീ പോലും അറിയാതെ, നീ പോലും പെങ്ങളെ ചിന്തിക്കാതെ 5 വഖത്ത് നമസ്കാരത്തിലൂടെ 17 പ്രാവശ്യം അല്ലാഹുവിനോട് നീ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. യഥാർത്ഥത്തിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ പോലും അറിയാതെ 17 പ്രാവശ്യം ഡെയിലി നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക, എന്ത്? ഹിദായത്ത് നിലനിർത്തണേ അല്ലാഹ്. മനസ്സിലാക്കണം. തീർന്നില്ല. ഷാഫി മദ്ഹബുകാരാകുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതുമ്പോ ആദ്യമായി ചോദിക്കും അത് തന്നെയാണ്, അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത. നീ സന്മാർഗം കൊടുത്തതാകുന്ന മഹത്തുക്കളാകുന്ന അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹോന്നതരാകുന്ന വ്യക്തിത്വങ്ങൾ, അവരുടെ കൂടൊപ്പം ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാഹ്. വഅഫിനാ ഫീമൻ ആഫൈത വതവല്ലനാ ഫീമൻ തവല്ല. എല്ലാ ദിവസവും ദ്വാരക്കാൻ. അപ്പൊ ഹിദായത്ത്, പ്രകാശം, ആത്മീയമായ വെളിച്ചം നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് നിസ്സാരമല്ല, വളരെ വലുതാണ്. ആ പ്രകാശത്തെ കൂടുതൽ പ്രകാശിതമാക്കാനാണ് നമ്മുടെ ജീവിതം. നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, സകാത്ത് കൊണ്ട്, ഹജ്ജ് കൊണ്ട്, അമലുകൾ കൊണ്ട്, സുഹൃതങ്ങൾ കൊണ്ട് അത് കൂടുതൽ പ്രകാശിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് അണഞ്ഞു പോകരുത്. അതണയും. അൽ ഈമാനു യസീദു വയൻഖുസു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു ബാബ് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ വർദ്ധിക്കും, ഈമാൻ ചുരുങ്ങുകയും ചെയ്യും. നന്മ ചെയ്താൽ വർദ്ധിക്കും, തിന്മ ചെയ്താൽ ചുരുങ്ങും. കള്ളു കുടിച്ചാൽ, വ്യഭിചരിച്ചാൽ, സിനിമ കണ്ടാൽ, സീരിയൽ ദർശിച്ചാൽ, ഹറാമായതിലേക്ക് കണ്ണ് കൊണ്ടുപോയാൽ, കാത് കൊണ്ടുപോയാൽ, ഹൃദയം കൊണ്ടുപോയാൽ, കൈ കൊണ്ടുപോയാൽ, കാല് കൊണ്ടുപോയാൽ ഈമാൻ ചുരുങ്ങും, ഉറപ്പാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്ന് വേണ്ട ഈ സിയാറത്ത്, ഇതൊക്കെ കൊണ്ട് നിന്റേതാകുന്ന ഈമാൻ പ്രകാശിക്കും. സിയാറത്ത് നിസ്സാരമല്ലല്ലോ. കുന്തു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂരി ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങൾക്കൊരു കാലഘട്ടത്തിൽ സിയാറത്ത് ഞാൻ നിരോധിച്ചിരുന്നു, എന്നാൽ ആ വിലക്ക് ഞാൻ നീക്കിയിട്ട് ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സിയാറത്ത് ചെയ്യണം. എന്തുകൊണ്ട്? ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഈമാനികമാകുന്ന പ്രകാശം ചൊരിഞ്ഞ് നിങ്ങൾക്ക് ആഖിറത്തെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ, ഖബറിനെ കുറിച്ച് ചിന്തിക്കാൻ, മഹ്ശറയെ കുറിച്ച് ചിന്തിക്കാൻ, നാളത്തെ ലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ അത് കാരണമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കണ്ടോ, ഹൃദയം പ്രകാശിക്കാൻ ആ അമലിലൂടെ. അപ്പൊ സിയാറത്ത് നിസ്സാരമല്ല, അത് ചെയ്യണം, ചെയ്യേണ്ട വിധത്തിൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
നീ തൗഫീഖ് നൽകണേ അല്ലാ. മഹത്തുക്കളാകുന്ന മഹാന്മാരുടെ മഖാമുകൾ, അവരുടെ ഖബറുകൾ ചുംബിക്കൽ അനുവദനീയമാണ് എന്നല്ല സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണം, ചുണ്ടുകൊണ്ടാണ് ചുംബനം, എങ്ങനെയല്ല, നെറ്റി വെച്ചിട്ടല്ല. വളരെ ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിക്ക്. ഞാൻ കൂടുതലത് പറയൂല, കുറച്ചേ പറയുള്ളൂ. പറയുന്നത് ശ്രദ്ധിച്ചിരുന്ന നല്ല കാര്യമുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചുംബനം എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റി വെച്ചിട്ട് കടന്ന് മെഴുകുക, അതാണോ ചുംബനം? അതല്ല. കാള കുത്തുന്ന പോലെ കടന്ന് കാണിക്കുക, അതല്ല. ചുംബനം എന്ന് പറഞ്ഞാൽ ചുണ്ട് കൊണ്ട് കൊടുക്കലാണ് ചുംബനം. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഖബറിങ്കൽ പോയി നമ്മൾ ചിന്തിക്കുമ്പോൾ പല ആളുകളും തല കുമ്പിട്ട് അങ്ങനെ കടക്കാറുണ്ട്. അത് വളരെ തെറ്റാണ്. സുജൂദ് പാടില്ല. ലാ യസ്ജുദു ലി അഹദിൻ അഹദ, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ലാ യസ്ജുദു ലി അഹദിൻ അഹദ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ലഅമറതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ അനുവദനീയമുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്നാണോ? ചെയ്യണ്ട. അങ്ങനെ ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഞാൻ ഭാര്യയോട് പറയും, സ്ത്രീകളോട്, സ്ത്രീകളെ നിങ്ങൾ ഭർത്താവിന് സുജൂദ് ചെയ്യ്, കാരണം അത്രയേറെ കടമയും കർത്തവ്യം അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സുജൂദ് പാടില്ലാത്തത് കൊണ്ട് സുജൂദ് വേണ്ട എന്നും ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ ചുംബനം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. പോയി ചുണ്ടുകൊണ്ടല്ലാതെ നെറ്റി വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പലരും അത് മറ്റ് ഉത്തരേന്ത്യ രാജ്യങ്ങളിലും മറ്റുമൊക്കെ പോയിട്ട് അവിടെ സുജൂദൊക്കെ ഇങ്ങനെ ചെയ്യിക്കും. മനഃപൂർവ്വം തന്നെ സുജൂദിങ്ങനെ അവരെത്ര വിളിച്ച് ചെയ്യിക്കാൻ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ചില്ലറ ഇങ്ങനെ വാരിയിട്ടേക്കും. ബിസ്മില്ലാഹ്. ഖബറിനകത്തോട്ട് കയറണമെങ്കിൽ 5 രൂപ, അകത്തോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ 500 രൂപ, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഖബർ നടക്കും. അങ്ങനത്തെ അവസ്ഥയാണ്. കയറുന്നിടത്തൊക്കെ ചില്ലറ. അതൊക്കെ ഇങ്ങനെ ഇപ്പോൾ പരിപാടി എന്താ, ഇപ്പം മിക്ക മക്കബറുകൾ ലേലം വെച്ചിരിക്കുകയാണല്ലോ. ഔലിയാക്കൾ ഇങ്ങനെ കച്ചവടം ചെയ്തിട്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ലേലം വിളിച്ചെടുക്കാൻ, എന്നിട്ട് അതിനൊക്കെ കൂടുതൽ എന്ത് ചെയ്യുക, ഒരു പൈസ ഒപ്പിക്കാൻ വേണ്ടി ഒപ്പിക്കുക. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറ്റിയാണ്, 105 കുറ്റിയാണ്, ഇഷ്ടം പോലെ കുറ്റി. അങ്ങനത്തെ തരികിട പരിപാടി. അകത്തോട്ട് കയറണം, അത് കയറിയ കൊള്ളായിരുന്നു. എന്നാൽ ഒരു 15 രൂപ 10 രൂപ, ഹരിയാർക്കൊരു 10 രൂപ. കുറ്റിയിലോട്ട് പോകുന്നില്ല, അത് കുറ്റിക്കല്ല, അവൻ്റെ കുറ്റിയിലോട്ടാണ് പോകുന്നത്. അങ്ങനത്തെ തരികിട പരിപാടി അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. അതായത് നമ്മളത് അവരുമായിട്ട്, അള്ളാഹുവും അവരുമായിട്ടുള്ള ഇടപാട് അള്ളാഹു അത് കാത്ത് സംരക്ഷിക്കട്ടെ. അങ്ങനത്തെ തരികിട പരിപാടികളൊക്കെ ഉണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഏതായിരുന്നാലും ഇതാ ഇത്തരത്തിലുള്ളതാകുന്ന സ്ഥലങ്ങളിലൊക്കെ ചിലയിടത്ത് എന്ത് ചെയ്യും, സുജൂദ് ചെയ്യിപ്പിക്കും. ഉത്തരേന്ത്യ ഭാഗത്തൊക്കെ ചിലയിടത്തിലും ഇവിടെ വാ എൻ്റെ മയിൽപ്പീലി കൊണ്ട് തടവി തരികയാണ്. ആ അടിമങ്ങൾ വാങ്ങാൻ പാടില്ല, നജസ്സല്ലേത്. ആ മയിൽപ്പീലിയുടേതാകുന്ന ആ സാധനം വെച്ചിട്ട് നമ്മുടെ മുഖത്ത് വെച്ച് തടവാൻ സ്ത്രീകളൊക്കെ ഇങ്ങനെ നിന്നു കൊടുക്കുന്നതാണ് ഭവ്യതയോടുകൂടി. അങ്ങനെ കിട്ടോ മുഖത്തൊന്നും തടയിക്കുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അടി കിട്ടിയില്ലെങ്കിൽ പോയി അടി വാങ്ങാൻ പോവാണ് പെണ്ണുങ്ങൾ, ക്യൂ നിന്നിട്ട് നമ്മളെ സാധേ നമ്മളെ ഒന്ന് അടിച്ചേക്കെന്ന് പറയും. ആയിക്കോട്ടെ, എന്നാ പിന്നെ പ്രശ്നമില്ല, കടക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു സിയാറത്തിന് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ മര്യാദയ്ക്ക് പോകണ്ടേ, അത് പാലിക്കണ്ടേ, ഔറത്ത് നല്ലതുപോലെ മറയ്ക്കണ്ടേ. സിയാറത്ത് പുണ്യമാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ മഖാമുകൾ സിയാറത്ത് പുണ്യമാണ്. പോകേണ്ട നിലയ്ക്ക് പോയാൽ വളരെ മഹത്വമാണ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് പരലോക നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ദുന്യവിയും ഉഖ്റവിയുമാകുന്ന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ നിധാനമായിട്ട് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് പോയാൽ അത് ഹാസിലാകും. ഔറത്തൊക്കെ മറച്ച് നല്ല മാന്യമായ നിലയ്ക്ക് പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരാൾ സുജൂദ് ചെയ്യാൻ വേണ്ടി, ഒരാൾ ചുംബിക്കാൻ വേണ്ടി ചെന്നു. അയാൾ ഖബറിങ്കൽ ഇങ്ങനെ ചുംബിക്കുകയാണ്. അപ്പോൾ പുറകിൽ നിന്ന് നോക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ തെറ്റിദ്ധരിക്കും ഇയാൾ സുജൂദ് ചെയ്യുക എന്ന് കണ്ടു. നമ്മളിങ്ങനെ പോയി ചുംബനം കൊടുക്കാൻ പോയതാണ്. ചുംബിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരാൾ നോക്കിയാൽ അയാൾക്ക് തോന്നും, ഉസ്താദ് അവിടെ പോയിട്ട് ഖബറിങ്കൽ സുജൂദ് ചെയ്ത് കിടക്കാൻ എന്ന് കണ്ടാൽ അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്താണ്. കാരണം എന്താ, ദഅമായ രീബുക ഇലാ മാലായ രീബുക, സംശയം ജനിപ്പിക്കുന്ന ഒരു ശൈലി മുസ്ലിമിന് ചേർന്നതല്ല, അത് ഒഴിവാക്കണം. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, നമ്മൾ ചുംബിക്കുകയാണ്, പക്ഷെ പുറകിൽ നോക്കുന്നവൻ എന്താ തോന്നുക, നെറ്റി വെച്ചിട്ട് കുമ്പിട്ട് കിടക്കുകയാണെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ഒരു തോന്നൽ വരുമെന്ന് കണ്ടാൽ മറ്റുള്ള ആളുകൾ ദർശിക്കവേ അത് ഒഴിവാക്കലാണ് നല്ലത്. അത്രയേറെ സൂക്ഷ്മത വെക്കണമെന്നാണ്. കാരണം ഇതൊരു നിസ്സാര വിഷയമല്ല.
അള്ളാഹു ആദരിക്കാൻ പറഞ്ഞു, ആരാധിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ആദരവാണ് നമ്മൾ വകവെച്ചു കൊടുക്കുന്നത്. അള്ളാഹു അവരെ ആദരിക്കുന്ന മുഅ്മിനീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയതാണ്. പ്രത്യേകിച്ച് സിയാറത്തൊക്കെ ധാരാളം ചെയ്യുന്ന മുഅ്മിനീങ്ങളാണ് നമ്മളൊക്കെ. പലപ്പോഴും ശ്രദ്ധിക്കണം ഈ വിഷയം. ചുംബിക്കാൻ പോകുന്ന അവസാനം സുജൂദായി മാറരുത്. അത് നിന്റെ ആഖിറ നഷ്ടപ്പെടുത്താൻ കാരണമായി തീരും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുപോലെ ശ്രദ്ധിക്കുക. ഐഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കുന്തു അദ്ഖുലു ബൈത്തില്ലദീ ദുഫിന ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അബീ. ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പുതിയങ്ങാടിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, പഠിച്ചു വെക്കണേ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഹദീസ് വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്തു അദ്ഖുലു ബൈത്തില്ലദീ ദുഫിന ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അബീ. എൻ്റെ വാപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും എൻ്റെ ഭർത്താവാകുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അടക്കം ചെയ്തിരിക്കുന്ന എൻ്റെ വീട്ടിലേക്ക് ഞാൻ പലപ്പോഴും കടന്നു ചെല്ലാറുണ്ട്. ഫഅളഉ സൗബി. ഞാൻ ചിലപ്പോൾ തലമറച്ചിരുന്നില്ല, ചിലപ്പോൾ മുൻകൈ മറച്ചിരുന്നില്ല, ചിലപ്പോൾ കണങ്കാല് വെളിവാക്കിക്കൊണ്ടാണ് ചെല്ലാറുള്ളത്. ഫഅഖൂലു ഫീ നഫ്സി. ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ പറയും, ഇന്നമാ ഹുവ സൗജി വ അബീ. എൻ്റെ വീട്ടിനുള്ളിൽ ഈ വിശ്രമിക്കുന്നത് എൻ്റെ ഹബീബായ നബി തങ്ങളാണല്ലോ, എൻ്റെ ഭർത്താവാണ്. ഒരു ഭർത്താവിൻ്റെ മുന്നിൽ ഭാര്യയ്ക്ക് ശരീരത്തിൻ്റെ സർവ്വ അവയവങ്ങളും കാണിക്കൽ അനുവദനീയമാണ്. ഞാൻ തലമറക്കാത്തത് കൊണ്ട് മസല പ്രകാര പ്രശ്നമല്ല, ഞാൻ മുൻകൈ മറക്കാത്തത് കൊണ്ട് പ്രശ്നമേ ഇല്ല. ഇന്നമാ ഹുവ സൗജി വ അബീ. എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവും എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുമല്ലയോ ഈ വീട്ടിനുള്ളിൽ അന്ത്യവിശ്രമം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രശ്നമല്ലല്ലോ, പ്രയാസമില്ലല്ലോ. എന്നാൽ ഫലമ്മാ ദുഫിന ഉമറോ, അബൂലുലൂത്തിന്റെ കുത്തേറ്റുകൊണ്ട്, മജൂസിയാകുന്ന അബൂലുലൂത്തിന്റെ കുത്തേറ്റുകൊണ്ട് 3 ദിവസങ്ങളോളം വല്ലാതെ കോമയിലായി പ്രയാസത്തിനായി കഴിഞ്ഞിരുന്നതായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാന തന്റെ കുടുംബത്തിൽ നാളെ എന്നിലേക്ക് പറഞ്ഞു വിടുകയാണ്, ആയിഷ ആയിഷ, ഈ പാവപ്പെട്ട ഖലീഫയായ ഉമറിന് ആഗ്രഹമുണ്ട്. ആയിഷ ആയിഷ, എനിക്ക് പ്രവാചകരുടെ ചാരത്ത് ഒന്ന് അടങ്ങാൻ അവസരം തരുമോ? ഒരു കാലഘട്ടത്തിൽ ആ പ്രവാചകന്റെ തല കൊയ്തെടുക്കാൻ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് ഊരിപ്പിടിച്ച ആളുമായി ഒട്ടകത്തിന് പുറത്ത് പുറപ്പെട്ടതാകുന്ന ഉമറല്ലേ, ഉമറല്ലേ, ആ പ്രവാചകന്റെ കരം പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് തന്ന വ്യക്തിയല്ലയോ? പരിശുദ്ധ പ്രവാചകന്റെ ബ്ലാക്ക് ആയിട്ടായി നിലകൊണ്ട വ്യക്തിയല്ലയോ? ആ പ്രവാചകരെ നോവിക്കുന്നവനെ ഞാൻ നോവിക്കുമെന്ന് വിളിച്ചു പറഞ്ഞതായ പ്രവാചകരോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ പ്രതിബദ്ധത ലോകത്ത് കാണിച്ച വ്യക്തിയല്ലയോ? ഇന്നിതാ മരണത്തോട് മല്ലടിക്കുകയാണ്, സക്കറാത്തിന്റെ ഹാലിലാണ് ആയിഷ. ഈ പാവപ്പെട്ട ഉമറിന്റെ ആഗ്രഹം ഒന്ന് നിറവേറ്റി തരുമോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പരിശുദ്ധ പ്രവാചകരുടെ തിരിച്ചാരത്ത് എനിക്ക് അടങ്ങാൻ വേണ്ടി ഞാൻ മനസ്സുകൊണ്ട് കൊതിച്ചതാകുന്ന ഭൂമിയാണ് എൻ്റെ വാപ്പയുടെ ചാരത്ത്, എൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ചാരത്ത്. എൻ്റെ വീടല്ലയോ, വീടല്ലയോ, ഞാനതിനു വേണ്ടി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ എനിക്ക് കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അദ്ദേഹത്തിന്റെ മയ്യിത്ത് നമസ്കാരം നടക്കുകയാണ്. ആ നമസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവരുകയാ. മാഷാ അല്ലാഹ്, കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങൾ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ബഹുമാനപ്പെട്ടവരെ കൊണ്ടുവന്നടക്കം ചെയ്യുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫലമ്മാ
ദുഫിന ഉമറു. കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകൊത്തകങ്ങളെ കിടുകിടാ വിറപ്പിച്ചിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ വഫാത്തായി അദ്ദേഹത്തെ കൊണ്ടുവന്ന് എന്റെ വീട്ടിനുള്ളിൽ മറവാടിയതിനു ശേഷം ഫവല്ലാഹി മാ ദഖൽതു അലൈഹി ഇല്ലാ വഅന മസ്ദൂദതുൻ അലയ്യ സിയാബി. എന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, പ്രിയപ്പെട്ട മുസ്ലിം അംഗമാരെ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അധ്യാപനമാണ്, വാക്കാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഫവല്ലാഹി മാ ദഖൽതു അലൈഹി. ആ ഉമറിന്റെ സവിധത്തിലേക്ക് ഈ പാവപ്പെട്ട ആയിഷ പ്രവേശിച്ചിട്ടില്ല. ഇല്ലാ വഅന മസ്ദൂദതുൻ അലയ്യ സിയാബി. ഞാൻ എൻ്റെ ശരീരം മുഴുവനും പരിപൂർണമായി മൂടി പുതച്ചിട്ടല്ലാതെ, ഔറത്ത് പരിപൂർണമായി മറച്ചിട്ടല്ലാതെ പിന്നീട് ഞാൻ പോയിട്ടേ ഇല്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ വരക്കൽ മഖാമിൽ സമസ്തയുടെ സമുന്നതരാ നേതാക്കളുടെ സവിധത്തിൽ വെച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി കുമ്മന മൊസാദ് ഓർമ്മപ്പെടുത്തുകയാണ്, മുസ്ലിമേ, മുസ്ലിമത്തെ പഠിക്കേണ്ട പാഠമാണ്. നേരം വെളുക്കുമ്പോൾ വണ്ടിയെടുത്തുകൊണ്ട് യാത്ര പോവുകയാണ്. സിയാറത്ത് ടൂർ എന്ന പേരിൽ നടത്തുന്ന യാത്രയല്ലയോ, സിനിമ പാട്ടിട്ടുകൊണ്ട് നടക്കുന്ന യാത്രയല്ലയോ, ഡിസ്കോ ബ്രേക്കുകൾ ഇട്ടുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് എവിടേക്കാണ് പെങ്ങളെ പോകുന്നത്? ഏത് മഹാന്റെ സവിധത്തിലേക്ക് നീ പോകുന്നത്? ഏതെല്ലാം മക്കാമിലേക്ക് നീ പോയാലും, അത് ഏർവാടിയിലായിരുന്നാലും, അത് ആലങ്കോടായിരുന്നാലും, അത് ബഹുമാനപ്പെട്ട കടുവാപ്പള്ളി കടുവാ തങ്ങളുടെ സൗദത്തിലേക്കായിരുന്നാലും, അത് ഭീമാ ഉമ്മയെ കാണാനായിരുന്നാലും, അത് കൊയിലാണ്ടിയിലേക്ക് വരക്കൽ ബഹുമാനപ്പെട്ടതാകുന്ന പ്രവാചക പുങ്കവന്റെ പ്രിയപ്പെട്ട അനുയായികളെ ദർശിക്കാൻ വേണ്ടിയിട്ടായിരുന്നാലും, ഏത് മക്കാമിലേക്കും ഏത് മസാറിലേക്കും നീ പോയാലും ശരീരത്തിൻ്റെതാകുന്ന നഗ്നത മറയ്ക്കാൻ ഒരു ഇടിയങ്ങര ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളിലേക്കും നീ പോകരുതേ. ആഖിറം നഷ്ടമാണ്. ഫവല്ലാഹി മാ ദഖൽതു അലൈഹി ഇല്ലാ വഅന മസ്ദൂദതുൻ അലയ്യ സിയാബി. എന്റെ ശരീരത്തിന്റെ നഗ്നത മുഴുവനും മറച്ചിട്ടല്ലാതെ ഞാനൊരു സിയാറത്തിനും പോയിരുന്നില്ല. അഥവാ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, ശരീരത്തിന്റെ ഔറത്ത് മറച്ചിട്ടാണ് പോയിരുന്നത് എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ കഴുത്ത് കാണിച്ചുകൊണ്ട്, തുടയുടെ ഭാഗം കാണിച്ചുകൊണ്ട്, പുക്കിൾ കുഴികൾ കാണിച്ചുകൊണ്ട്, വയറിന്റെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട്, ശരീരത്തിൻ്റെതാകുന്ന മുഖകമലം തുറന്നിട്ടുകൊണ്ട്, പെങ്ങളെ ഒരു സിയാറത്തും ചെയ്യരുതേ. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു നിർത്തുകയാ, ഹയാഅൻ മിൻ ഉമറ, സ്വഹാബിയാണ്, ഖലീഫയാണ്, അല്ലാഹുവിന്റെ പ്രതിനിധിയാണ്, റസൂലുള്ളാഹിന്റെ ഖലീഫയാ, സ്വഹാബത്തിൽ പ്രമുഖനായ വ്യക്തിയാണ്. പക്ഷേ എനിക്ക് അന്യനല്ലേ. ആ ഉമറിനോടുള്ള ലജ്ജയാണ്. ഞാൻ ഔറത്ത് മുറക്കാൻ കാരണമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അവൻ ലജ്ജയില്ലാത്തവർ എന്ന് മനസ്സിലാക്കാൻ പറ്റും. മഫ്ഹൂമു മുഖാലഫ, തുണിയൊക്കെ അഴിച്ചു വെച്ചിട്ട് റാഹത്തായിട്ട് ചെല്ലുക, അസ്സലാമു അലൈക്കും. ആ അവസ്ഥ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. തുണിയില്ലാടൊക്കെ റാഹത്തായിട്ട് രാവിലെ ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ആ ഇട്ടോ, വേഗം ഇട്ടോ. മന്ദാകിനി പാട്ടൊക്കെ ഇട്ടിട്ട് തുള്ളിച്ചാടി പോവാ. മന്ദാകിനി സിയാറത്ത് പോവാ, ഏർവാടിക്ക്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പിന്നെ എങ്ങനെ റെഡിയാവും? പോകുന്ന എന്തിനാ? വട്ട് മാറാനാണ്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ വട്ട് കൂടി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഏറ്റവും വലിയ വട്ട, ഇച്ചിരി വട്ടം ഉള്ളായിരുന്നു പോകുമ്പോൾ, തിരിച്ചു വന്നപ്പോൾ മുഴുവട്ട്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചോ, നമ്മൾ സിയാറത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ അതിന് ഗുണമുണ്ടാവും.
ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? സിയാറത്ത് ചെയ്തെന്നോ ഇല്ലെന്നോ? ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളപ്പോഴൊക്കെ അവിടെ കയറും, വീട്ടിൽ ചെല്ലും. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു അടക്കിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ തലമറയ്ക്കാതെ കയറിന്ന് മുമ്പ് വരുന്നത്. കാരണം എൻ്റെ ഭർത്താവും വാപ്പയൊക്കെയാണ്, അവരുടെ മുന്നിൽ പ്രശ്നമില്ലല്ലോ. തലമറയ്ക്കാതെ ഒരു പെണ്ണിന് കയറിയോണ്ട് വിഷയമില്ല. അത് ഞാൻ ഇങ്ങനെ മനസ്സിലൊക്കെ പറയുകയും ചെയ്യും. ഹദീസാണ് ഞാനീ പറഞ്ഞത്, വെറുതെ പറയല്ല. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ശേഷം ഫുള്ള് മറച്ച് നല്ല റാഹത്തായിട്ടേ പോകുള്ളൂ. കാരണം എനിക്ക് ലജ്ജയാ ഉമർ റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് അല്ല ചെല്ലാനെന്ന്. മനസ്സിലായോ? അപ്പം അതിൻ്റെ നേരെ മറിച്ചെന്താ? ലജ്ജയില്ലാത്ത കൗമ് തുണി എടുക്കാതെ കയറി ചെല്ലുമെന്ന് അർത്ഥം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ സിയാറത്തിന് കൂലി ഉണ്ടാവൂല. അതാണ് തിരിച്ചടി കിട്ടുന്നത്. എത്ര സിയാറത്ത് ചെയ്തിട്ടു ഉസ്താദേ കാര്യമൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത് എന്താ? ആദ്യം തുണി കൊടുത്തോണ്ട് വാ, എന്നാ പിന്നെ എല്ലാ കാര്യം റെഡിയാവും. അത് റെഡിയായി ഒക്കെ റെഡിയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസില്ലേ, അൽ ഈമാനു വൽ ഹയാഉ ഖുരിനാ ജമീഅ ഇദാ റുഫിഅ അശ്ശൈഉ റുഫിഅൽ ആഖറു ശഫീഉന റസൂലുള്ളാഹി. ഈമാനും ലജ്ജയും പരസ്പര പൂരകങ്ങളാണ്, പരസ്പര പൂരകങ്ങളാണ്. നബിയുനാ റസൂലുള്ളാഹി ഇദാ റുഫിഅ അശ്ശൈഉ റുഫിഅൽ ആഖറു, അതിൽ ഒന്ന് പോയാൽ അടുത്തത് ഉണ്ടാവൂല. ലജ്ജ പോയാൽ ഈമാൻ തന്നെ ഉണ്ടാവൂല. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഹദീസാൻ അൽ ഈമാനു വൽ ഹയാഉ ഖുരിനാ ജമീഅ. ഈമാനും വിശ്വാസവും ലജ്ജയും പരസ്പര പൂരകങ്ങളാണ്, രണ്ടും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതാണ്. ഒന്ന് പോയാൽ മറ്റേതും കൂടി ഇല്ലാതാവും. അപ്പൊ ലജ്ജ ഇല്ലാതായാൽ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. വളരെ ശ്രദ്ധിക്കണം. ഈ സിയാറത്ത് ചിലപ്പോൾ നിനക്ക് തിരിച്ചടിയാവുമെന്നർത്ഥം. ഈ രീതിയിലുള്ളതാകുന്ന സിയാറത്താണ് എങ്കിൽ അതുകൊണ്ട് നല്ല നിലക്ക് പോയാൽ അതിൽ ഗുണമുണ്ടാവും. ഇത് പോകുന്ന സമയത്തൊക്കെ ഇട്ടുകൊണ്ട് വലിയ പാട്ടൊക്കെ കേട്ടങ്ങ് പോവുക, റാഹത്തായിട്ട് പോവുക, സിനിമ പാട്ടൊക്കെ കേട്ട് അവിടെ ചെന്നിട്ട് പിന്നെ ഭയങ്കര യാസീനൊക്കെ ഓതി ഹത്തൊക്കെ ഓതി വഴങ്ങി സുവാരെന്നിട്ട് വരിക. അതിലാ പോക്കിനൊക്കെ പോകുന്നതിനൊക്കെ ഒരു റാഹത്തുണ്ടാവും. 2 റക്അത്ത് യാത്രയുടെ സുന്നത്തൊക്കെ നിസ്കരിച്ച് ജമാഅത്ത് പുരുഷന്മാർ മുടക്കാതെ കൃത്യമായി നിസ്കരിക്കണം. ഇപ്പം എല്ലാ പള്ളികളിലും റാഹത്തായിട്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നിസ്കാരമൊക്കെ കറക്റ്റാക്കണം. കാരൊക്കെ പിന്നെ കരിക്കുക റാഹത്ത്. നമുക്കിപ്പോൾ റഹ്മാനിയ കയറി നല്ല മട്ടൻ ബിരിയാണിയൊക്കെ അടിച്ചിട്ടങ്ങ് പോവാം, നല്ല പോകാം, അങ്ങനെ പോവുക പാട്ടൊക്കെ പാടി. അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ വേഗം എന്ത് ചെയ്യണം? നിസ്കാരങ്ങൾ കറക്റ്റാക്കണം. അവ്വൽ വക്കത്തിൽ നിസ്കാരം, അത് പുരുഷന്മാരൊക്കെ ജമാഅത്ത് തന്നെ നിസ്കരിക്കണം. എങ്കിലേ കവാടങ്ങൾ തുറക്കുള്ളൂ. മനസ്സിലായോ? ഞാൻ കഴിഞ്ഞ 30 വർഷം തോന്നുന്നുണ്ട് ഇവിടെ ഇതേ സദസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് 2 വിശേഷണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? ഒന്ന് ഈമാനും മറ്റൊന്ന് തഖ്വയും. അവരാണ് ആര്? ഔലിയാക്കൾ. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ലോകരെ പഠിപ്പിക്കുകയാണ്. ഔലിയാക്കൾ എന്ന ഒരു വിഭാഗം ഇല്ല എന്ന് പറയല്ലേ. ഖുർആൻ ലോകരെ വിളിച്ചുകൊണ്ട് വിളംബരം നടത്തുകയാണ്. അലാ, അറിയണേ, ശ്രദ്ധിക്കണേ സമൂഹമേ, ഇന്ന ഔലിയാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെ പറ്റി ഒരു ഭയപ്പാടുമില്ലാത്തതാകുന്ന ആളുകളാണ് ഔലിയാക്കൾ. വലാ ഹും യഹ്സനൂൻ, കഴിഞ്ഞു പോയതാകുന്ന കാലഘട്ടത്തെ പറ്റി ഒരു ടെൻഷനേ ഇല്ല. വലിയായാൽ അവനുള്ള ക്വാളിറ്റിയാണ് പറഞ്ഞത്, അവൻ എത്തുന്ന അവസ്ഥയാണ് പറഞ്ഞത്. അതാണ് അള്ളാഹു ആദ്യം പറഞ്ഞത്. വലിയ ആരാന്നുള്ളത് പിന്നെയാ പറയുന്നത്. വലിയ ആയാൽ അവൻ എത്തുന്നതാകുന്ന അവസ്ഥാവിശേഷം അതെന്താ? ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു ഭയപ്പാടുമില്ല. വരാനിരിക്കുന്ന ലോകത്തെ പറ്റിയിട്ടൊരു ഭയപ്പാടുമില്ല. അങ്ങനെയാണ് മുഫസ്സിരീങ്ങൾ അർത്ഥം വെച്ചത്. ലാ ഖൗഫുൻ അലൈഹിം, വരാനിരിക്കുന്ന ലോകത്തെ പറ്റി ഒരു ഭയപ്പാടുമില്ല. നീ എന്ത് ഈ ലോകത്ത് വരുമെന്ന് പറഞ്ഞാലും ഒരു ഭയപ്പാടും ഔലിയാക്കൾക്കുണ്ടാവൂല. വലാ ഹും യഹ്സനൂൻ, കഴിഞ്ഞു പോയ കാലഘട്ടത്തെ പറ്റിയിട്ട് ടെൻഷനും ഇല്ല. എനിക്ക് അങ്ങനെ കിട്ടി, കുറഞ്ഞു പോയല്ലോ, അതാണ് ഇതാണ്, ഒരു ടെൻഷനും ഇല്ല. അന്നും അവർക്കൊരു വിഷയമല്ല, കേസല്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. വിലായത്ത് എത്തിച്ചാൽ
അള്ളാഹു അതിൻ്റെ വാതിൽ തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ മുമ്പ് വീണ്ടും പറഞ്ഞു, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, വലിയാകാൻ പറ്റും, എന്തിലില്ല? നബിയാകാൻ വാതിലില്ല. ഇതിന് ചാൻസ് ഉണ്ട്. അതിനെന്ത് വേണം? 2 ക്വാളിറ്റി വരണം. ഏതൊക്കെയാ 2 ക്വാളിറ്റി? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. الذين آمنوا وكانوا يتقون. പരിശുദ്ധമാക്കപ്പെട്ടതായ ഈമാൻ കാര്യങ്ങളെ കൊണ്ട് പരിപൂർണമായി വിശ്വസിച്ചവരാകണേ, ഈമാനുള്ളവരാകണേ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാകണേ. ഈ 2 വിശേഷണങ്ങൾ സമ്മേളിച്ചവർക്കേ വലി എന്ന് പറയാൻ പറ്റൂ. അപ്പൊ ഈമാൻ തഖ്വ ഞങ്ങൾക്കുണ്ടല്ലോ എന്ന് പറയാൻ പറ്റൂല. അത് അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട് ഖുർആനിൽ. എന്താണ് ഈമാൻ, എന്താണ് തഖ്വ? ശരിക്കും മനസ്സിലാക്കണേ. ഈമാനും തഖ്വയും ഉള്ളവർക്കേ എന്ത് പറയാൻ പറ്റൂ? വലി എന്ന് പറയാൻ പറ്റൂ. വലിയായാൽ വരാനിരിക്കുന്ന രോഗത്തെപ്പറ്റി ഭയപ്പാടില്ല, കഴിഞ്ഞു പോയ കാലഘട്ടത്തെപ്പറ്റി ടെൻഷനുമില്ല, ആ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും. ഈമാനും തഖ്വയും എന്താ? ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറയുന്നുണ്ട് മുഅ്മിൻ ആരാണ്, എങ്ങനെയാണ് ഈമാൻ ഉണ്ടാവുക? ദാ ശ്രദ്ധിക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒക്കെ ഖുർആൻ ബേസ് ചെയ്തിട്ടാണ്, വേറെ ഒന്നും പോകുന്നില്ല. ഖുർആൻ കൊണ്ട് തന്നെ തഫ്സീർ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق കരീം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് ആരാണ് മുഅ്മിൻ എന്നറിയണോ? മുഅ്മിനീങ്ങളെ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. 5 വിശേഷണങ്ങളാണ് അല്ലാഹു മുഅ്മിനിന് എണ്ണിയിട്ടുള്ളത്. മുഅ്മിനാകണമെങ്കിൽ 5 ക്വാളിറ്റി ഉണ്ടാവണേ. ഒന്ന്, അല്ലാഹുവിനെ പറയപ്പെട്ടാൽ അവന്റെ ഹൃദയം നടുങ്ങുകയാണ്. അല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പാടാണ്. അല്ലാഹ് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങും. നമുക്കുണ്ടോ? അല്ലാഹ് കേൾക്കുമ്പോൾ തന്നെ ഉറക്കം വരും. ആ തീരുമാനമായി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ ബക്കറ്റൊന്നും ഉണ്ടോ? അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു സദഖ ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ഉണ്ടോ? ആർക്കും അനക്കം ഇല്ലല്ലോ. ഹസീബ് ആയത്തല്ലേ? ശ്രദ്ധിക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ, എത്ര പേരുണ്ട്? ആ മാഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സദഖകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നന്നായി. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇനി ബക്കറ്റിൽ പൈസ ഇടാമല്ലോ. മറ്റേ ഞാൻ ശ്രദ്ധിച്ചില്ല, ബക്കറ്റ് പോയപ്പോൾ ഒന്ന് പറയായിരുന്നു. എല്ലാവരും നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല സമയമാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും കൊടുക്കുക. അവിടെ സ്ത്രീകളുടെ ഭാഗത്തൊക്കെ പോകും. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. അതുപോലെ ശ്രദ്ധിച്ചിരുന്നു, അധികം നീട്ടൂല, ഒരു അരമണിക്കൂർ കൂടെ ഇരിക്കൂലേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ലതുപോലെ കൊടുക്കുക. അല്ലാഹു സദഖ കബൂലാക്കട്ടെ. കണ്ടോ, തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുക നമ്മുടെ ബാസിത്തൊക്കെ. പിന്നെ ഇനിയും ഇവിടുത്തെ കൊടി അഴിച്ചു വെച്ചാലേ പോവുള്ളൂ എല്ലായിടത്തും. ഇപ്പൊ കണ്ണിയൂത്ത് ഉസ്താൻ ഇവിടെ നിന്നായിരിക്കും ഇങ്ങോട്ട് വന്നാണോ? എല്ലായിടത്തും ഒരു മക്കാമും ഒഴിയൂല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. തിരുവനന്തപുരംകാരന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
زر ضريح المصطفى وزد إقامة به زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله. അല്ലാഹുവേ, ഞങ്ങൾ ഈ നൽകുന്ന സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വതക്കയായി സ്വതക്കയെ കബൂലാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. പരലോക ജീവിതത്തിൽ ഗുണകാംക്ഷയാകുന്ന സ്വതക്കയായി സ്വതക്കയെ കബൂലാക്കണേ അല്ലാ. വന്നിരാകുന്ന ശൈഖ് അവറുകളുടെ സൗദത്തിൽ വെച്ചാണ് ഞങ്ങൾ സ്വതക്ക നൽകിയിട്ടുള്ളത്. ഉസ്താദുകളുടെ ദറജ ഉയർത്തണേ അല്ലാ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് ഈ സ്വതക്കയിലൂടെ നിദാനമാക്കണേ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പം വലിയാകണമെങ്കിൽ രണ്ട് വിശേഷണം വേണം. ഒന്ന് മുഅ്മിൻ, മറ്റൊന്ന് മുത്തഖി. ശരിക്കും ശ്രദ്ധിക്കണേ. മുഅ്മിൻ ആരാണെന്ന് ഇപ്പൊ പഠിപ്പിക്കുന്നത് ശരിക്കും മനസ്സിലാക്കണം. മുഅ്മിൻ ആരാണ്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹു എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങുന്നുണ്ടോ, അവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് വിശുദ്ധമായ ഖുർആൻ. അതിനാണ് മുഹയ്യിദ്ദീൻ റാത്തീബ്. റാത്തീബ് എല്ലാവരും ഉണ്ട്. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അൻതൽ ഹാദി അൻതൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാഹു ഹാ ഹു ഹി ഹയ്യുൻ. ചെല്ലാറുണ്ട്. അങ്ങനെ ചൊല്ലി ചൊല്ലി അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് ഹാളിറാകുമ്പോ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതവോടുകൂടി ചെല്ലും അല്ലാഹു അല്ലാഹു അല്ലാഹ്. കാരണം ഈ അല്ലാഹ് എന്ന നാമത്തിലാണ് ലോകം നിലനിൽക്കുന്നത്. ഈ ജലാലത്തിന്റെ ഇസ്മിലാണ് ലോകം നിലനിൽക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തഖൂമുസ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് ഒരാളെങ്കിലും ഈ ഭൂമുഖത്ത് പറയാനുണ്ട് എങ്കിൽ ഈ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. لا تقوم الساعة على أحد يقول الله 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 എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതിന്റെ അർത്ഥം എന്താ? അവസാന കാലഘട്ടമാകുമ്പോൾ ആ പറച്ചിലുണ്ടാവൂല എന്നർത്ഥം. അല്ലാഹ് എന്ന വാക്കുച്ചരിക്കാൻ ആളുകൾ ഉണ്ടാവൂല. കുറെ ആളുകളുണ്ട്, പക്ഷെ അല്ലാഹ് എന്ന് പറയുന്നില്ല. വേറെന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു വർത്താനം, കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുകയാണ്. സിനിമ കാണുന്നു, സീരിയൽ കാണുന്നു, പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു, അശ്ലീലതയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു, ലഹരി നുണഞ്ഞുകൊണ്ടിരിക്കുന്നു, കഞ്ചാവടിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധമായ ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഖുർആൻ ഓതുന്നവരല്ല, ദിക്ർ ചെല്ലുന്നവരല്ല, സ്വാലിഹീങ്ങളെ പുകഴ്ത്താൻ തയ്യാറുമല്ല. ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് സമയങ്ങൾ പരിപൂർണമായി അതിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് സംസാരമില്ല. അവരെ പുകഴ്ത്താൻ 10 മിനിറ്റ് അവന് സമയമില്ല. അവർക്ക് എതിരിൽ പ്രവർത്തിച്ചുകൊണ്ട് വാൾപോസ്റ്റിടാനും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയും അതിനുവേണ്ടി വിനിയോഗിക്കാനും സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കും. അത് ആഖിബത്ത് മോശമാണ്. അല്ലാഹ് എന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷം ഈ ലോകത്ത് കടന്നു വരുകയില്ല. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി ഇവരെ പരിചയപ്പെടുത്താനും ഒരാളും തയ്യാറാകുകയില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. لا تقوم الساعة حتى توجد المرأة جهارا نهارا
تنكح وسط الطريق لا ينكر أحدا ولا يغيره. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ തെമ്മാടികളും റൗഡികളും അധികരിക്കുകയാണ്, വ്യഭിചാരം അധികരിക്കുകയാണ്. എവിടെ നോക്കിയാലും അശ്ലീലതയാണ്. ഏത് ബീച്ച് റോഡുകളിലേക്ക് കടന്നു ചെന്ന് നോക്കിയാലും അവിടെയെല്ലാം അശ്ലീലതയുടെ പൂമുഖമല്ലയോ. ലാ തഖൂമുസ്സാഅ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ലോകം അവസാനിക്കില്ല സ്വഹാബ. ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറാ, പരസ്യമായി സ്ത്രീകളെ പട്ടാപ്പകൽ നിങ്ങൾ കാണുകയാണ്. നടുറോഡുകൾ വെച്ചുകൊണ്ട് പരസ്യമായി വ്യഭിചരിക്കുന്നത് കാണാതെ ഈ ലോകം അവസാനിക്കില്ല സ്വഹാബ. പരസ്യമായി നടുറോഡുകളിൽ നിന്നുകൊണ്ട് അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാര് ചുംബിക്കുന്നത് കാണുന്നില്ലേ? എത്രയോ കമ്പോളങ്ങളിലാണ് ദർശിക്കുന്നത്, ഏതെല്ലാം ബീച്ച് റോഡുകളിലാണ് കാണുന്നത്. ജനങ്ങൾ സമ്മിശ്രമായി ഒരുമിക്കുന്ന ഇടങ്ങളിൽ പോലും, ബസ് റോഡുകളിൽ പോലും കാണുന്നില്ലയോ? വഴിയോരങ്ങളിൽ ദർശിക്കുകയല്ലയോ? വൈകുന്നേര സമയത്ത് സ്കൂൾ വിട്ടതാകുന്ന മക്കള് തന്റെ കാമുകന്മാരുമായി കാണിക്കുന്ന കാമകേളികൾ ഇന്ന് വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുകയല്ലയോ? ഏതെങ്കിലും ഒരു ബസ്സിന്റെ പിന്നാമ്പുറത്തിരുന്നുകൊണ്ട് രഹസ്യമായിട്ടല്ല പരസ്യമായി തന്നെ ചുംബനങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങൾ ലോകർക്ക് മുഴുവനും ഫോണിലൂടെ പിടിച്ചുകൊണ്ട് അയക്കുകയല്ലയോ? എത്ര വലിയമസമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു, ഒരാൾ പോലും അതിനെ എതിർക്കാനുണ്ടാവില്ല സ്വഹാബ. ഒരാൾ പോലും എതിർത്ത് പ്രസംഗിക്കില്ലെന്ന് മാത്രമല്ല, അങ്ങനെ പ്രസംഗിക്കുന്നവർക്ക് എതിരിൽ സംസാരിക്കുന്ന കാലഘട്ടമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. 1400 വർഷം മുമ്പ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ രാജകുമാരൻ മദീനയിലിരുന്നു കൊണ്ട് പറഞ്ഞതാകുന്ന കാര്യം ഇന്ന് ഈ സമൂഹത്തിൽ പുലർന്നില്ലയോ? കോഴിക്കോടിന്റെ വിവിധ നിരത്തുകളിൽ നടക്കുന്ന കൂത്തരങ്ങുകൾ നമ്മൾ സാധ്യമല്ലയോ, കണ്ടതല്ലയോ? എത്രയോ പെൺകുട്ടികളാണ് മോശപ്പെട്ട തരത്തിലേക്ക് പോയിട്ടുള്ളത്. വൈവാഹിക ജീവിതത്തിലേക്ക് സ്വന്തം കൂട്ടുകാരിയെ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മാതാപിതാക്കൾ അവഗണിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ പെൺകുട്ടികളില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മിൻഹാ ഐ മിൻ അലാമത്തി യൗമിൽ ഖിയാമ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് നികാഹുർ റജുലി അർറജുല വ നികാഹുൽ മർഅതി അൽ മർഅത. പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തി ഗേകളായി ജീവിക്കുന്ന കാലഘട്ടം കടന്നു വന്നാൽ, പെൺകുട്ടികൾ +2 കഴിഞ്ഞിട്ട് കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയുടെ ചൂടറിന് എനിക്ക് അവളെ തന്നെ വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായിട്ട് സ്വന്തം മാതാപിതാക്കളോട് പറയുകയും അതിനുവേണ്ടി കോടതിയിൽ കയറിയിറങ്ങി മാതാപിതാക്കളുടെ മുഖത്ത് കരിവാരി തേച്ചുകൊണ്ട് കോടതി മുറിയിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട കാമുകിയുമായി ഇറങ്ങിപ്പോയി ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാകുന്ന കാലഘട്ടം കടന്നു വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് സ്വഹാബ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് പ്രവാചകൻ പറഞ്ഞത് ഇന്ന് ഈ സമൂഹം നേർക്ക് നേരെ കാണുകയല്ലയോ? 18 കഴിഞ്ഞ പെൺകുട്ടികൾ പോലും എന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയുടെ ചൂട് മതിയെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സ്വന്തം ഉമ്മയുടെ മുഖത്ത് നോക്കി, സ്വന്തം വാപ്പയുടെ മുഖത്ത് നോക്കി കോടതി മുറിയിൽ വെച്ചുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവളാണെന്ന് പരസ്യമായി പെൺകുട്ടികൾ കൂടെ പഠിക്കുന്ന ഹൈന്ദവരും ക്രൈസ്തവരുമാകുന്ന കൂട്ടുകാരികളെ ചൂണ്ടിയിട്ട് എനിക്ക് അവളോടൊപ്പം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ലെസ്ബിയനായി ഇറങ്ങി തിരിക്കുന്ന കാലഘട്ടമാണ് ലോകാവസാനത്തിന്റെ അടയാളമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കൂട്ടുകാരനെ അല്ല, കൂട്ടുകാരിയെ മതി. നമ്മൾ പെൺകുട്ടികളെ മാത്രം പഠിക്കുന്ന സ്കൂളിലേക്ക് മകളെ വിട്ടെന്തിന്? നല്ല സുരക്ഷിതത്വം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ്. ആൺകുട്ടികളായിട്ട് കൂടി ചെന്നാൽ ഡിങ്ഡോൾഫി അടിച്ചുകൊണ്ട് പോകാൻ വലിയ വിഷയം ഒച്ചപ്പാട്. എന്നാൽ പിന്നെ റാഹത്തായിട്ട് എൻ്റെ പൊന്നുമോള് ഗേൾസ് മാത്രം പഠിക്കുന്നിടത്ത് പോയിക്കും. അവസാനം അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ട്രോഫി ആയിട്ടാണ് വരുന്നത്. അസ്സലാമു അലൈക്കും, ഉമ്മാക്ക് സുഖമല്ലേ? അള്ളാഹു നമ്മളെ കാക്കുമാറാട്ടെ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെത്തി. 2 ആഴ്ച മുമ്പ് ഒരു ഉമ്മ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞതാണ്. റമദാനിന് ശേഷം വിനീതിനോടൊപ്പം റുഹ ബയാൻ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരു പ്രായം ചെന്ന ഉമ്മ, സ്ഥലവും ജില്ലയും ഞാൻ പറയുന്നില്ല. 18 വയസ്സുള്ള എൻ്റെ മകൾ നിർബന്ധം വെക്കുന്നു, അവളുടെ കൂട്ടുകാരിയാകുന്ന ഹൈന്ദവ സഹോദരിയുമായി വിവാഹം ചെയ്ത് കഴിക്കാൻ വേണ്ടി നിർബന്ധം വെക്കാൻ. ഉമ്മയോട് മുഖത്ത് നോക്കിയിട്ട് പറയാം, എനിക്ക് അവളെ കെട്ടിച്ചെന്നാണ്, ഇല്ലേ കാണിച്ചു തരാമെന്ന് പറയാം.
മകല്ല രക്ഷയുണ്ട. വാപ്പ ഗൾഫിലാണ്, ആറ്റുനോറ്റ് വളർത്താൻ എല്ലാം കൊടുത്ത് പാലും തേനും ഒക്കെ കൊടുത്ത് റാഹത്തായിട്ട്, രാവിലെ കിഴിപൊറോട്ട വേണം, ഉച്ചയ്ക്ക് കുഴിമന്തി വേണം, എല്ലാം കൊടുത്ത് റാഹത്തായിട്ട് വളർത്തിയതാണ്. അവസാനം മക്കൾ വഴിപിഴച്ച്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതുപോലെ ഉണ്ട് പുരുഷന്മാരും. ചിലർ കല്യാണം കഴിക്കൂല, 35 വയസ്സായി റാഹത്തായിട്ട് ഇങ്ങനെ നടക്കുക. എന്താടാ കെട്ടാത്ത? മനസ്സിൽ കുണ്ടനെ ആഗ്രഹം, ജെൻഡർ, അവനവൻ ഗേ ആയിട്ട് ജീവിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനത്തെ കുറേ ടീം അങ്ങനെയും. പിന്നെ എങ്ങനെ റെഡിയാവും? പിന്നെ എങ്ങനെ ഈമാൻ ഉണ്ടാകും? എന്നിട്ട് വലിയ ആകണമെന്നും പറഞ്ഞ് നടക്കുക. നിനക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ പറ്റുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചോ, അള്ളാഹുവെ ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. ഇത് LGBTQ-ന്റെ കാലഘട്ടമാണ്, ലെസ്ബിയന്റെ കാലഘട്ടമാണ്, ഗേകളുടെ കാലഘട്ടമാണ്, പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തുന്ന കാലഘട്ടമാണ്, സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തിക്കൊണ്ട് സ്വർഗരതി അനുരാഗത്തിന്റെ തലത്തിലേക്ക് ജീവിതം കൊണ്ടെത്തിക്കുന്ന കാലഘട്ടമാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. നമ്മളെ കാക്കുമാറാവട്ടെ. ശ്രദ്ധിക്കണം, മക്കൾക്കൊക്കെ ആത്മീയത കൊടുക്കണം, മദ്രസ വിദ്യാഭ്യാസം അനിവാര്യമാക്കണം, ദറസിൽ മക്കളെ പറഞ്ഞു വിടണം. സ്കൂളിൽ വിടുന്നുണ്ട്. ഇശാ മഗ്‌രിബിനിടയിൽ തൊട്ടടുത്തുള്ള പള്ളികളിൽ, ജമാഅത്ത് പള്ളിയിൽ, നിസ്കാര പള്ളികളിൽ അവിടുത്തെ ഉസ്താദുമായി സംസാരിച്ച് ഇശാ മഗ്‌രിബിനിടയിലുള്ള പഠനം കൃത്യമാക്കണം, ഖുർആൻ ഓദിക്കണം. എന്ത് ഭൗതികം നിങ്ങൾ കൊടുത്തോ, പക്ഷെ ആത്മീയത ഇല്ലാത്ത ഭൗതികം കൊണ്ട് യാതൊരു കാര്യമില്ല. ഭൗതിക വിദ്യാവാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. അല്ലാതെ യാതൊരു കാര്യമില്ല എന്നർത്ഥം. അവസാന കാലഘട്ടമാകുമ്പോൾ എല്ലാം പോവും. ഭൗതികം പഠിക്കാൻ വേണ്ടി വിടുന്ന പ്രിയപ്പെട്ടതാകുന്ന മക്കൾ, BA-ക്കും MA-ക്കും പഠിക്കാൻ വേണ്ടി പോകുന്ന കോളേജിൻ്റെതാകുന്ന കവാടത്തിൽ നവാഗതരാകുന്ന വിദ്യാർത്ഥികൾക്ക് സ്വാഗതം ഓതിക്കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളിൽ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കെട്ടിപ്പുണഞ്ഞുകൊണ്ട് ലിപ്ലോക്ക് ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന നഗ്നമാക്കപ്പെട്ട ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. പുതിയ കുട്ടികളെ സ്വാഗതം ചെയ്യാൻ ഏതാശയത്തിലേക്കാണ് ഈ സ്വാഗതം ചെയ്യുന്നത്? എന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, മതത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാം, സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് പറന്ന് നടക്കാം. കോളേജിന്റെ വാതിക്കൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളാണ്. മതത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാം. ഏതാണ് ഈ ചങ്ങല? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞ ഈ ആദർശത്തെയാണ് പൊട്ടിച്ചെറിയാമെന്ന് എഴുതി വച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തോടുകൂടി ഏതെങ്കിലും ഒരു മതമുള്ളവനോ മതമില്ലാത്തവനോ ഏത് വ്യക്തിയുമായിട്ട് വേണമെങ്കിലും നമുക്ക് മതം നോക്കേണ്ടതില്ല, വർഗം നോക്കേണ്ടതില്ല, വർണ്ണം നോക്കേണ്ടതില്ല, ഒരുമിച്ചങ്ങ് കഴിയാ. സ്വർഗ്ഗ അനുരാഗത്തിൽ നമുക്ക് ആറാടാമെന്ന് പരസ്യമായ കോടേതിന്റെ കവാടങ്ങളിൽ എഴുതി വച്ചിരിക്കുകയാണ്. അവിടേക്കാണ് മക്കൾ ഓടുന്നത്, ചാടുന്നത്. ഓരോ മക്കളുടെ താല്പര്യം. നിങ്ങൾ കണ്ടില്ലേ, ആഘോഷങ്ങൾ വന്നപ്പോൾ, ഓണത്തിനും മറ്റു ആഘോഷങ്ങൾക്കൊക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മുമ്പ് നിൽക്കുന്ന ആരാ? നമ്മുടെ സമുദായത്തിൻ്റെ മക്കൾ. തലയിൽ മക്കരയൊക്കെ ഇട്ട് നല്ല റാഹത്തായിട്ട് തുള്ളാണ്. എന്താകിനി അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താ പറയുന്ന മൂലിയാർക്കേ കുഴപ്പമുള്ളൂ. പറഞ്ഞ കൊണ്ട് നാളെ ഇത് ക്ലിപ്പാക്കിയിട്ട് മൂലിയാരെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്നെ റോസ്റ്റ് ചെയ്തോളെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. മോശപ്പെട്ട സ്വഭാവ വൈകല്യങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സന്താന പരമ്പരകളെയും നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. അപ്പൊ അല്ലാ എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങണം. അതാണ് മുഅ്മിൻ എന്നുള്ളതിന്റെ ഒന്നാമത്തേതാകുന്ന ക്വാളിറ്റി. അത് തന്നെ നമുക്കില്ല. ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പള്ളിയിലോട്ട് വരുമല്ലോ. ومن أحسن قولا ممن دعا إلى الله وعمل صالحا
وعمل صالحا وقال إنني من المسلمين. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലികൾ മുഴങ്ങുന്നത് കേൾക്കുന്നില്ലേ മുസ്ലിമേ? ആ ബാങ്ക് വിളിക്കുന്ന മനോഹരമാകുന്ന ബാങ്കിനേക്കാൾ ലോകത്ത് എത്ര മനോഹരമായ വാക്ക് ഏതാണുള്ളത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അസ്സലാത്തു ഖൈറും മിനന്നൗം. ഈ മനോഹരമാകുന്ന ബാങ്ക് വിളി കേട്ടിട്ട് അല്ലാ എന്നുള്ള ഉച്ചാരണം കേട്ടിട്ട് അതിനെ കേൾക്കാതെ ചെവി കൊടുക്കാൻ നിലകൊള്ളുന്നവനെ നീ എങ്ങനെയാണ് മുഅ്മിനാവുക? കാരണം മുഅ്മിൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇദാ ദുകിറല്ലാഹു വജലതു ഖുലൂബുഹും, അവന്റെ ഹൃദയം നടുങ്ങും. ബാങ്ക് കേൾക്കുമ്പോൾ ഉത്തരം കൊടുക്കും. പള്ളിയിലേക്ക് അവ്വല് വക്കത്തിൽ വരും. നമ്മൾ ബാങ്ക് കേൾക്കുമ്പോഴാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത്. കണ്ടിട്ടില്ല ചില കമ്മിറ്റിക്കാർ പള്ളിയുടെ കമ്മിറ്റി ഓഫീസ് അടയ്ക്കുന്ന അപ്പോഴാണ് ബാങ്ക് വിളിക്കാറായിട്ട് വേഗം ഇറങ്ങും. ഓർമ്മ ബാങ്ക് വിളിക്കാൻ അതിൻ്റെ ഹാജിയാർ സെക്രട്ടറിയെ വീട്ടിൽ പോകാറായത്. മറ്റേ ബാങ്ക് വിളിച്ചാൽ പിന്നെ വിളിക്കാതെ കയറണ്ട. അതിന് മുമ്പ് വേഗം പൂട്ടിപ്പോയ റാഹത്ത് ഇല്ലായിരുന്നല്ലോ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.